അയാൾ മനസ്സിലാക്കുമെന്ന് ഉറപ്പാണെങ്കിൽ, മോക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിത് കൊണ്ടുപോയി കൊടുക്കാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചായ? എനിക്ക് 100 രൂപ തരാന്നല്ലേ പറഞ്ഞേ? ഇന്നോട് ഫീസ് കൊടുത്തില്ല, ക്ലാസ്സിൽ തന്നെ ഇറക്കി വിടും. ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോണില്ല. ഞാൻ പറയാതെ കാശ് കൊടുക്കടാ. 200 രൂപ. 200 രൂപ കാണുമെന്ന് തോന്നണില്ല. തപ്പി പറിക്കാൻ എല്ലാം കൂടി ഒരു 10-25 പൈസ കാണും. പുഷ്പേട്ടൻ മോൾ നീ ചോദിക്കും. ആ ചെല്ല്. കഴിഞ്ഞ ഹോർഡിങ്സിന്റെ പൈസ നമുക്ക് ആർക്കും തന്നിട്ടില്ല. ദേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണ്. വേഗം ചെല്ല്. എന്താ മനുഷ്യനെ കൊല്ലാൻ നടക്കണ? കോഴിയാ? സോറിയാ. കാശ നിനക്കൊക്കെ ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. നിന്റെയൊക്കെ കയ്യിരിപ്പോണ്ടാണ് ഗോൾഡ് പ്ലാസയുടെ മൊത്തം ബിസിനസ് എനിക്ക് പോയത്. ഓ ഒരു പച്ച പാവം. നീ ഒന്നും അറിഞ്ഞില്ലല്ലടാ. ഐ ലവ് ഇന്ന് ഹോർഡിങ്ങിൽ എഴുതി വെച്ച പിന്നെ ആരടാ? നിന്റെ മറ്റവളാ? ഐ ലവ് യു എഴുതി വെച്ചോണ്ടല്ല ബിസിനസ് പോയത്. അവരെ തലയെ കൂടി പെയിന്റും പാട്ടടക്കമല്ലേ വീണത്. ഒരൊറ്റ വീക്കാൻ വെച്ചെന്നല്ല, ഒരെണ്ണത്തിന് ഒറ്റ പൈസ തരില്ലെന്ന് മാത്രമല്ല, അടുത്ത 4 ഹോൾഡിൽ നിന്നെ കൊണ്ടൊക്കെ ഫ്രീ ആയിട്ട് പറപ്പിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെ. കൊടുക്ക് ചേട്ടാ. ആ കൊച്ചി നിന്ന് വിഷമിക്കണം. കൊച്ച ഏത് കൊച്ചി? ആനിമോള്. എവിടെ? ആനി ഇവിടെ നിപ്പുണ്ടായിരുന്നു. കൊറേ നേരായി വന്നിട്ട്. അവൾക്ക് ഫീസ് കൊടുക്കാനാ. നേരത്തെ പറയണ്ടടാ. അത് തന്നെയല്ല അവൻ പറഞ്ഞോണ്ടിരുന്നത്. പുഷ്പേട്ടന് മനസ്സിലാവണ്ടേ? ആ കൊച്ചു എന്നെ പറ്റി എന്ത് വിചാരിച്ചാണ്? പ്രത്യേകിച്ച് വിചാരിക്കാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന. എന്തോന്ന്? അല്ല, പുഷ്പേട്ടൻ ഇങ്ങനെ നടന്ന് വെറുതെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ആളൊരു പാവമാണ്. ആരെന്ത് ചോദിച്ചാലും കൈ നിറയെ വാരിക്കോരി കൊടുക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. പോവില്ല. നിന്നെ കൊണ്ടൊക്കെ തോറ്റ മനുഷ്യന്റെ മാനം കെടുത്തും. നിനക്ക് എത്രയാ ഫീസ് വേണ്ടത്? 200. 500 എന്നല്ലേ പറഞ്ഞത്? 500 വേണ്ടത്. 200 ആയാലും മതി. ഫീസ് കുറച്ചു കൊടുക്കുന്നതെല്ലാം നാണക്കേടാ. അത് എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരുത്തന്റെ പെങ്ങള്. 500. മോള് നന്നായിട്ട് പഠിക്കണം, ഇവരെ പോലെ ആകരുത്. എടാ ഞാൻ പറഞ്ഞില്ലേ, ഈ പുഷ്പേട്ടൻ എന്ന് പറഞ്ഞ ആള് തങ്കം പോലത്തെ മനുഷ്യനാണെന്ന്. അതെ, ഫീസ് 200 എടുത്തിട്ട് ബാക്കി 300 ഇങ്ങനെ തന്നെ. ഇങ്ങട് 100. ഇത് 200 എന്റെ ബ്രെയിൻ വർക്ക് ചെയ്തതിനാ. ബ്രെയിനെ തൊട്ട് കളിക്കല്ലേ. പോവാണോ? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്താ? പോ. വെളിയിൽ കാത്തു നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ വേണ്ട, വീട്ടിൽ വന്ന് സംസാരിക്കാം. ഒന്ന് പോടി. ബേബി ബേബി. ഭഗവതി, ഇതാ പെണ്ണുപിള്ളല്ലേ? ബേബി എടാ, ഞാനൊരു പൂനനും ചട്ടുകാലിനും ആടാ, അത് മറക്കല്ലേ. ഞാൻ ചുമ്മാ സുഖമാണോന്ന് ചോദിച്ചത്. സത്യമായിട്ട് കള്ളം പറയുന്ന? എടാ കള്ള, ഇത് ആ കള്ളമല്ല. പിന്നെ ഇവന്റെ ആ തമ്പുരാട്ടി പെണ്ണിന്റെ കൂടെയുള്ള തടിച്ചില്ലേ, അവര് വരുന്നുണ്ടെന്ന്. അതിനെന്താ, അവൾ ഇവനെ കാണാൻ പറഞ്ഞത് ശരി. അപ്പൊ നമ്മുടെ കത്തിന്റെ പ്രയോഗം വലിച്ച്. അത് ശരിയാണ്. ഇവൻ ഊമയാണെന്ന് പറഞ്ഞാൽ അവള് പിന്നെ തിരിഞ്ഞു നോക്കൂല. ഷെടാ, ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഊമ അല്ലാണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ ഏതായാലും അവരത് അറിയണ്ട. പ്രേമം മൂത്തയും പറഞ്ഞോട്ടെ. ഇല്ലടാ, അതിനിപ്പോ എന്തോ ഒരു വഴി. സുന്ദരൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് നേരം അവരൊന്ന് പിടിച്ചു നിർത്തും. അതിയായിട്ട് ബാക്കി കാര്യം ഞങ്ങൾ അവരെ പിടിച്ചു നിർത്താനുള്ള ആരോഗ്യം അവനുണ്ടാ. എന്നെ മനസ്സിലായോ? പിന്നെ മറ്റേ അങ്ങേരുടെ കൂടെ ഏണിയിൽ പെയിന്റ് തൂക്കി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താ പേര്? സുന്ദരൻ. നിങ്ങളോ? ബെസ്റ്റ്. എനിക്ക് ചില കാര്യങ്ങൾ പറയണ്ടായിരുന്നു. എന്നോടാ? വരൂ, ഇരിക്കൂ. പുഞ്ചിരി ആർട്സിലേക്ക് സ്വാഗതം. ഓക്കെ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് എന്ന് ചോദിക്കുക. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്?
ഗുരുവായൂരപ്പ, ഊമയാണെന്ന് പറഞ്ഞിട്ടിപ്പോ സംസാരിക്കുന്നുണ്ടല്ലോ. പറ പരസ്യ സംബന്ധമായ ആവശ്യം വല്ലതും ആണെങ്കിലും അതല്ല വേറെ എന്തെങ്കിലും ആണെങ്കിലും തുറന്നു പറയൂ. വാട്ട് കാൻ ഐ ഡു ഫോർ യു? നോ ഡു, ബട്ട് നിങ്ങളെ പോലെ വേറൊരാളുണ്ടോ? ഐ മീൻ ട്വിൻ ബ്രദർ. ടിൻ ബിയറോ? ഞങ്ങള് ബിയറൊന്നും കഴിക്കൂല. ഇദ്ദേഹവും ഞാനുമെല്ലാം കലാകാരന്മാരാണ്. ഇനാമൽ പെയിന്റ് കൊണ്ട് കവിത എഴുതുന്ന കലാകാരന്മാർ. ഇവിടെ ഇരിക്കുമ്പോഴും നടുറോട്ടിൽ കഴുക്കോലിൽ നിൽക്കുമ്പോഴും ഈ സുന്ദരന്റെ മനസ്സ് കലയെ തേടി തേടി അലയുകയാണ്. അല്ലടാ? ഇദ്ദേഹത്തെ പ്രേമിക്കാൻ നൂറുകണക്കിന് പെൺകുട്ടികൾ ക്യൂ നിൽക്കാണ്. പക്ഷെ ഇതേവരെ ഇദ്ദേഹം ആരുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ഇയാൾക്ക് കത്ത് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഞാൻ പോട്ടെ, പിന്നെ കാണാവേ. അയ്യോ, ധൃതി വെച്ച് പോവാണോ? വന്ന കാര്യം പറഞ്ഞില്ല. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പോയാ? ഏയ്, ഒരു പ്രശ്നമില്ല. അവർ ഈ ഓഫീസൊക്കെ ഒന്ന് കാണാൻ വന്നതാ. നീ നോക്കിക്കോ, ഇനി ആ രാജകുമാരിയും കൂട്ടി ഒരു വരവുണ്ട്. നമ്മുടെ പരിപാടി ഏറ്റിരിക്കുന്നു. നീ ഊമയാണെന്നുള്ള കാര്യം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവൾ അറിഞ്ഞാ മതി. വേണമെങ്കിൽ ആദ്യ രാത്രി നിന്റെ ബെഡ്റൂമിൽ ഞാൻ വരാം. നിനക്ക് ഡബ് ചെയ്യാ. എന്നോട് പിണങ്ങുന്ന എന്തിനാ? ഞാൻ കണ്ട സത്യം പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു. അയ്യോ, സത്യമായിട്ട് കുഞ്ഞിനെ ഞാൻ കളിയാക്കിയതല്ല. അന്ന് സ്കൂളിൽ ഡാൻസ് കിടന്ന ദിവസം ഒരാൾ എന്നോട് പറഞ്ഞതാ അയാൾക്ക് നാക്കില്ല ചെവി കേൾക്കാന്നൊക്കെ. അല്ല, ഇനിയിപ്പോ അയാളെ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഭൂമി ആയതുകൊണ്ടാണ് അയാൾ ഇഷ്ടപ്പെട്ടതെന്ന്. ഇത് പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ കത്ത് കൊടുക്കാറ് ഞാൻ ഈ കൊണ്ടുപോകുന്നത്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അയാളെ മനസ്സിന്ന് പറിച്ചം കളയാൻ. വാ, വന്നുവല്ലോ, കഴിക്കുമോളെ. വാ. എന്തോത്തിനാണോ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവും. കണ്ട അവന്മാരൊക്കെ ഗേറ്റിങ് വന്ന് വായി നോക്കി നിൽക്കുന്നു. ഇത് സ്ഥലം ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. വർമ്മ സാർ അറിഞ്ഞാ നിന്നെ വെട്ടിനുറുക്കി ഉപ്പിലിടും. ഇവൻ പൂവാലനാണല്ലേ? കന്യകവനെ കമന്റ് അടിച്ചു. പറഞ്ഞു വിടറോ കൊരങ്ങ. നിന്റെ അരിമണി അരിഞ്ഞെടുത്ത് ഞാൻ അവിടെ വിതയ്ക്കും. പോടാ പോടാ, ഇറങ്ങി പോടാ. കേറി വരും മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. എന്തൊരു ഇരിപ്പാഴ്ചയായി ഇരിക്കുന്നേ. വാ, വന്ന് വല്ലതും കഴിക്കേ. നല്ല ചെമ്മീൻ ചമ്മന്തി ഉണ്ട്. കൊറേ ദിവസമായി ഞാനിത് കാണുന്നു. എന്നതാടാ, നിന്റെ അമ്മച്ചി ചത്തുപോയോ? ഏതോ ഒരു പെങ്കച്ച് വഴി കൂടെ പോയപ്പോ ചിരിച്ചു കാണിച്ചു വെച്ച് അതിന് നിന്നോട് ഇഷ്ടായിരുന്നു ആരാ പറഞ്ഞേ? അവനവന്റെ കഴിവേടും വൈകല്യം ഒക്കെ അവനവൻ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലേ ഇങ്ങനെയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ത്രേസ്യാമേ? ഇവന് രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുഴപ്പമാ. ഇനി നീ പണിക്ക് വന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ വേറെ ആളെ നോക്കും. കമ്പനിക്കാർക്ക് പറഞ്ഞ സമയത്ത് ഹോർഡിംഗ് വരച്ചു കൊടുത്തില്ലെങ്കിലേ പുഞ്ചിരിയാട്സ് കണ്ണീരാട്സ് ആയി മാറും. എടാ പ്രേമ മോന്തിങ്ങോട്ട് നോക്ക്.
അതിന് നീ എന്നോട് ചൂടാകുന്ന എന്തിനാ? അവൻ പറഞ്ഞത് നേരാ. ആ. ആ പെണ്ണിന് ഇവനോട് സ്നേഹമാണെന്ന് പൂതി കയറ്റിച്ചു കൊടുത്തതിൽ നമുക്ക് എല്ലാവർക്കും പങ്കില്ല. എനിക്ക് യാതൊരു പങ്കുമില്ല. ഒരു ആ, പങ്കില്ല, സമ്മതിച്ച്. പക്ഷെ പ്രേമലേഖനം എഴുതി കൊടുത്തത് പുഷ്പേട്ടനല്ലേ? എന്റെ കർത്താവേ, നിങ്ങളെല്ലാരും കൂടി ഇത് ഇത്ര വരെ ആക്കിയോ? ആ. എന്നാലും പുഷ്പരാജിന് ഇത്രയും പ്രായമായില്ലേ, തനിക്കെങ്കിലും ഒരു ഇത്തിരി നാണം വേണ്ടേ? പണിക്ക് പോവാതെ ഇവിടെ ഇരുന്നോ, നാളെ തൊട്ടേ നമുക്ക് പട്ടിണി കിടക്കാം. വാടി പെണ്ണെ. ഛേ, നാണക്കേടായി പോയി. നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാരും കൂടി ചേർന്ന് എന്റെ അഭിമാനം പിച്ച് ചീന്തി. ഇതിന് നീ പ്രായശ്ചിത്തം ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. ഇല്ലടാ. ഇല്ലെങ്കിൽ കമ്പനിക്കാര് കൊന്നോളും. ഈ കൂനം ചട്ടുകാരനാണ് ഇതൊക്കെ പറ്റിച്ചത്. കണ്ടോ, കണ്ടോ? എടാ മോനെ, നീ നാളെ വന്ന തേയിലക്കാരുടെ വർക്ക് തീർത്ത് തന്നില്ലെങ്കിലേ പുഷ്പേട്ടന്റെ ആഫീസ് പൊട്ടി പോകണം. അതേ വരാന്ന് പറഞ്ഞു. വരൂലെന്നാ പറഞ്ഞ. ഇപ്പൊ വരാന്നാ പറഞ്ഞ. നീ എങ്ങനെയെങ്കിലും ഒന്ന് വാടാ. ഞങ്ങളുടെ കയ്യിൽ മുറിവീട് മേടിക്കാനുള്ള കാശ് പോലും ഇല്ല. വാടാ മോനെ, ഒന്ന് വാടാ. പ്രേമനൈരാശ്യം മൂത്ത് അവനിന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് എന്റെ പേടി. അതിനുള്ള ധൈര്യമൊന്നും ഇവനില്ല. പക്ഷെ ഈ നൈരാശ്യം നീണ്ടു പോയാലേ ഞാനിത്തിരി ആരോഗ്യം വെച്ചേനെ. അതെന്താ? അല്ല, കുറച്ചു ദിവസമായിട്ടും പട്ടിണി നടക്കുന്നോണ്ടേ ആ, ചാപ്പാട് കൂടി ഞാനല്ലേ ആ, കഴിക്കണം. അത് ശരിയാ. അവിടുത്തെ പട്ടിക്ക് പോരാ നീയാണല്ലോ ഇപ്പൊ. ആ. ദേ സകലകലാവല്ലഭം വന്ന്. പോടാ പോടാ പോടാ. എടാ ബേബി, നീ ഇത് എന്നതാ വരച്ചു വെച്ചിരിക്കുന്നത്? ഐശ്വര്യയുടെ പിക്ചർ വരക്കാൻ പറഞ്ഞിട്ട് ഇത് ഏത് പെണ്ണാടാ? ഇത് നിന്റെ മറ്റേ പെണ്ണല്ലേ? ശരിയാണല്ലോ. കർത്താവ്, ഇതെങ്ങനെ സംഭവിച്ച്? വരച്ചോണ്ടിരുന്നപ്പോ ഞാൻ കണ്ടതല്ലേ, ഐശ്വര്യ തന്നെയായിരുന്നു. അതാണ് ഹൃദയബന്ധത്തിന്റെ രഹസ്യം. മനസ്സിൽ ആരെ ആരാധിക്കുന്നുവോ അത് ചിത്രത്തിൽ തെളിഞ്ഞു വരും. അല്ലേ വേവിച്ച? കൊള്ളാം. അതിനി വേറെ പെയിന്റ് പിടിക്കാൻ ഞാൻ കാശായിരുന്നു അല്ലേ? ഒരു പുതിയ ഐഡിയ ആലോചിച്ചാലോ? ഇവളെ കണ്ടാൽ ചില ആംഗിളിൽ ഐശ്വര്യ റോയേക്കാൾ സുന്ദരിയാണ്. പുതിയ മോഡലാണെന്ന് പറഞ്ഞ് കമ്പനിക്കാരോട് കൂടുതൽ കാശ് വാങ്ങിക്കാം. ഓ, കാഞ്ഞ ബുദ്ധി. സകലകലാവല്ലഭൻ തന്നെ അവന്റെ പ്രേമനൈരാശ്യം പോലും വിറ്റ് കാശാക്കിക്കോ. അത് താണ്ട പുഞ്ചിരി പുഷ്പരാജ്.